ഈ ഒരു ഇറക്കത്തിന്റെ പുറകിലുണ്ടല്ല ഒരു കഥയുണ്ട്. ഇരുന്ന് പോരടിക്കുമ്പോണ്ടല്ല ഞാൻ നന്നായിട്ടൊന്ന് ഒരുങ്ങും. അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കൺമശി ഇട്ടപ്പം എന്റെ ഐസ് കൊണ്ട് പോയി ഡ്രസ്സൊക്കെ മാറ്റി വരുന്നു. കരുതി ഞാൻ എവിടെയോ പോവാനെങ്ങാനും ഇറങ്ങിയതാന്ന്. പിന്നെ ആ കലമ്പ്. അങ്ങനെ നമ്മളിതാ രാത്രി ആയപ്പം ഒന്ന് വെറുതെ ചായ കുടിക്കാന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഷൂ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും പരിപാടിയും പാട്ടും മേളം ഒടിവെപ്പും എല്ലാം കണ്ടോണ്ടേനും ഇന്നത്തെ യാത്ര. അങ്ങനെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങി നമ്മണ്ടല്ല ബീച്ച് വരെ എത്തിയിട്ടുണ്ട്. ഞാനതെല്ലാം വിചാരിക്കുന്നത് ലിപ്സ്റ്റിക്കിന്റെ ഒക്കെ ഒരു പവറ്. പിന്നെ ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ ഉപ്പിലിട്ട മസ്റ്റാണ്. അങ്ങനെ ആദ്യം തന്നെ പൈനാപ്പിൾ അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഐസൂര് ടോയ്സിന്റെ കടയിലാണ് കയറുക. അപ്പൊ ടോയ്സിന്റെ കട പൂട്ടിയതോടെ ഐസൂരെ മൂടൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ഐസൂനെ ഡിലേയില് ഒട്ടും പാടില്ല കാര്യമല്ല. ഇതാണ് പാട്. ഇവൻ അങ്ങ് ഡിലേ ആണ്ടല്ല നമ്മൾ തലകുത്തി നിന്നാലും നടക്കൂല. അവനൊരു 1.5 മണിക്കൂർ ഓന്റെ പുറകിലുള്ള ഓട്ടത്തിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ടേന്ന് തിരിച്ചു വരാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് അതിനും രണ്ടിനെയും ഒന്ന് ഇറക്കി കിട്ടിയിട്ടുണ്ടായി. ചായ കുടിക്കാന്നുള്ള പേരിൽ ഇറങ്ങിയാലും ചായ കുടിച്ച ചരിത്രം നമുക്കില്ലല്ലോ. അങ്ങനെ ഞാനിതൊരു ലൈം സോഡയൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിന്. പിന്നെ രണ്ടാക്കും സൈസിനകത്ത് ഐസ്ക്രീം ഒക്കെ കിട്ടിയപ്പം ഓരങ്ങ് ഹാപ്പി ആയി. അങ്ങനെ നമ്മൾ തിരിച്ചു വിട്ടിട്ടുണ്ട്.